അല്പം നെഗോഷ്യബിൾ അല്ല. നമ്മൾ ഈ പറയുന്ന വിലയെല്ലാം നെഗോഷ്യബിൾ വിത്ത് വാറണ്ടി. ഈ വണ്ടിക്കൊക്കെ 2017 ഒരു നവംബർ തൊട്ടുള്ള വണ്ടിക്കെല്ലാം വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അടുത്ത ഡിസയർ ആണ് 2018 മോഡൽ VXi. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. വാറണ്ടി ഉണ്ട്. 6 months മാരേജ് വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2022 വാഗനറാണ്. ഇത് നമുക്ക് ഇന്ന് വന്ന സ്റ്റോക്കാണ്. ഇത് 2022 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. VXi വേരിയൻ്റ് ആണ്. 2016 ഡിസയർ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2016 കിലോമീറ്റർ ജെന്യൂൻ തന്നെ. ആ ഇത്രയും വർഷമായിട്ട് എത്ര ഓടികളെന്ന് പറഞ്ഞോണ്ടാ? 2017 വാഗനറാണ് വരുന്നത്. VXi ആണ് വരുന്നത് വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. 61,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ബൈപ്പാസിൻ്റെ അടുത്തുള്ള സാരഥിയുടെ ട്രൂ വാലിയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ വന്ന് കിടപ്പുണ്ട്. അധികം 1-2 വണ്ടികൾ മാത്രം ചെറിയ പണികളുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല വണ്ടികളാണ് വന്ന് കിടക്കുന്നത്. ചെറുതും വലുതുമായ ഏത് തരം വണ്ടികൾ നോക്കുന്നവർക്കും ഇത് വണ്ടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 3,000 രൂപയുടെ ആക്സസറീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ മേള നടത്തുന്നുണ്ട്. അപ്പം അതായത് ഈ മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ ഇവിടെ മേളയാണ്. അപ്പം അതനുസരിച്ചുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ വന്ന് വണ്ടികൾ എടുക്കുക. ഇതാണ് മേളയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ജൂൺ 1 മുതൽ 30 വരെ സാരഥിയിലാണ്. വന്നെടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും വന്ന് വണ്ടികൾ എടുക്കുക. 3,000 രൂപയുടെ ആക്സസറീസും ഉണ്ട്. ഈ കിടക്കുന്നതൊക്കെയാണ് മേള പ്രമാണിച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വണ്ടികൾ. ഒരു കുന്ന് വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇഷ്ടം പോലെ ഒരുപാട് ബ്രാൻഡ് ഉണ്ടെന്നല്ല, എല്ലാം തോനെയും മാരുതി വണ്ടികൾ തന്നെയാണ് കിടക്കുന്നത്. ഓൾ ടൈം വാഗണർ, ബ്രീസ, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിലയും അതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട്. പേര് സുഭാഷ്. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് നമ്മുടെ മുട്ടത്തറയാണ്. ഈഞ്ചക്കലിന് മുട്ടത്തറയ്ക്ക് ഇടയ്ക്ക് കല്ലുമൂട് എന്ന് പറയും. അതാണ് പ്രോപ്പർ പേര്. അതായത് ലാൻഡ് മാർക്കായിട്ട് പറയുമ്പോൾ നമ്മൾ ഈഞ്ചക്കൽ ബൈപ്പാസിലെ 100% തൊട്ടടുത്തായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ ഒരു ഡീറ്റെയിൽ, അതായത് ഏകദേശം ഏറ്റവും കുറഞ്ഞ വണ്ടി എത്ര കിടക്കുന്നത് ഇവിടെ? ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ കിടക്കുന്നത് 75 രൂപയ്ക്കുള്ള സാൻഡ്രേ ഉള്ളൂ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പം ഏകദേശം നിങ്ങളൊരു 5 വർഷത്തെ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഓഫർ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ കൂടി എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ 5 വർഷത്തെ ആനിവേഴ്സറിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വളരെ ഒരു റേറ്റ് വ്യത്യാസത്തിൽ വണ്ടികൾ കൊടുക്കുക എന്നുള്ള. കുറച്ച് വണ്ടി സ്റ്റോക്ക് കൂടുതലുണ്ട്. അല്ല, എന്തോ 3,000 രൂപയുടെ ആക്സസറീസ് വണ്ടികൾ കൂടുതൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് വളരെ ഒരു അഫോർഡബിൾ പ്രൈസിന് വണ്ടി കൊടുക്കുക എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പോരാത്തതിന് ഇപ്പം നോൺ ട്രൂ വാല്യൂ ആയാലും ട്രൂ വാല്യൂ ആയാലും ഏത് വാഹനം എടുത്താലും 3,000 രൂപയുടെ ആക്സസറീസ് മസ്റ്റ്. അതിപ്പോൾ നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീൽ കപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സാൻഡ്രോ പോലുള്ള വാഹനങ്ങൾക്ക് വീൽ കപ്പൊന്നും ഇല്ല. അപ്പോൾ അതിന് നമ്മളിലുള്ള എന്തെങ്കിലും പെർഫ്യൂം പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും യൂസ്ഡ് ആയിട്ടുള്ള മാരുതിയുടെ ഏതെങ്കിലും വെഹിക്കിൾസിൻ്റെ മാറ്റ് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. ഇത് VXi ഒരു വാഗണറാണ്. 2016 VXi വാഗണറാണ്. 55 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. മാനുവൽ വണ്ടി. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ ഒരു ബിലോ ആവറേജ് എന്നേ പറയാക്കത്തുള്ളൂ. ഒരു 4,000-6,000 കിലോമീറ്റർ 6 കിലോമീറ്ററിനകത്ത് ഓടുന്ന ടയറേ ഉള്ളൂ. എത്രയാണ് ഇത് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 390. ഈ 390-നകത്ത് നിന്നുകൊണ്ട് ഈ ടയർ മാർക്ക് കൊടുക്കുമോ? ഇപ്പം നമുക്കൊരു ഡീപ്പായിട്ട് നെഗോസിയേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടയർ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ടയർ മാറത്തില്ല, 2 എണ്ണം. 390 എടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞ അതേ തുകയ്ക്ക് എടുക്കുകയാണെങ്കിൽ. അതെ. നെഗോസിയേഷൻ വന്നാൽ ഇല്ല. നെഗോസിയേഷൻ വന്നാൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ. അതാണ് വിഷയം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള നെഗോസിയേഷനിലാണ് കൊടുക്കുന്നത്. അടുത്ത ഓൾട്ടോ കേട്ടനാണ്. LXi ആണ്. സിംഗിൾ ഓണർ. ഏതാണ്ട് 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വർക്ക് ചെയ്തിട്ടേക്കാണോ? ഇല്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി പോളീസിങ് തീർക്കലിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡെലിവറി സമയത്ത് ചെയ്തുള്ളൂ. ടയർ ആവറേജ് ടയർ എത്ര ചോദ്യം? ഇത് 190. 2012 സിംഗിൾ ഓണർ. അടുത്ത 2011 മോഡൽ 35,000 കിലോമീറ്റർ ഓടിയ
കേട്ടനാണ്. 35,000. സിംഗിൾ ഓണറായത്. 2011 അല്ലേ? ആ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഓട്ടം കുറവായത്. 33,000 ഓടിച്ചുള്ളൂ. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ അല്ലേ? ജെനുവിനാ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ പുതിയ ടയറാണോ അതോ ഓടിയ ടയർ? ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ് ഇറക്കുന്നത്. പുതിയ ടയറാണ്. ബാക്കും അത്യാവശ്യം ടയറുണ്ട്. ഒരു 10-15,000 കിലോമീറ്ററോളം ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 1.85. 1.85. സെലേറിയാണ്. സെലേറി ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വരുന്നത് 44,500 കിലോമീറ്റർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷെ അല്പം ഒരു 3 ക്ലൈം ഉണ്ട് ഈ വണ്ടിയിൽ. 3 ക്ലൈം ഉണ്ടോ? 3 റീപ്ലേസ് ഉണ്ട്. എന്തൊക്കെയാ? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡോറും ബോണ്ടും ഡിക്കിയും മാറിയിട്ടുണ്ട്. ഓക്കെ. ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇടിച്ച് ചെറിയ തട്ട് തന്നെ. പക്ഷെ വലിയ ഇമ്പാക്ട് അകത്തോട്ടൊന്നും ഇല്ല. ഒന്ന് ബോണ്ട് പൊക്കി കാണിച്ചു തരാം. കാണിച്ചു തരാം. അഫ്രോണൊന്നും പൊട്ടിയിട്ടില്ല. ഇല്ല ഇതിൻ്റെ അകത്തോട്ടില്ല. ഈ ഇത് നമ്മുടെ ക്രോസ് ബാർ പണിഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അകത്തോട്ടൊന്നും ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇവിടെ ഒന്നും ഒരു ഇമ്പാക്റ്റ്. കമ്പനിയുടെ നമ്മളുടെ മൗണ്ടിങ്ങിൻ്റെ ലോക്ക് ഒന്നും മാറി, ഇതൊന്നും സ്വിച്ച് ഇതൊന്നും നെറ്റൊന്നും മാറിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇല്ല അങ്ങനത്തെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 365. 365. ഫസ്റ്റ് ഓണർ അല്ലേ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അടുത്ത ക്യുഡാണ്. റെനോൾട്ടിൻ്റെ ക്യുഡ്. ഒരു RX T ഫുൾ ഓപ്ഷൻ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആണ്. 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ്? ഇല്ല റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ അതോ നേരത്തെ ഉള്ളതാണോ? കസ്റ്റമർ നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളിതൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഓടി ടയർ തന്നെ അല്ലേ? അതെ. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് ഉണ്ടെങ്കിലും ഓടാറുണ്ട് കുറച്ച്. എത്ര ചോദിക്കുന്നത്? ഇത് 3.5. 3.5. എത്ര ഉണ്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു ഫസ്റ്റ് 40-50 രൂപയ്ക്കകത്തുണ്ടെങ്കിൽ സിബിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഇറക്കാം. 50 രൂപ മതി. 5 വർഷം ലോൺ സൗകര്യം കിട്ടും. 5 വർഷം കിട്ടും. 2019 അല്ലേ? അത് 2006 സാൻഡ്രയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള സാൻഡ്രയാണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഏതാണ്ട് ഒരു 1 ലാക്ക് കരിഞ്ഞ് കാണും. 10,762 കാണിക്കുന്നത്. 1 ലക്ഷം കഴിഞ്ഞു. ടയർ കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. മാരുതിയുടെ അല്ലാത്തതുകൊണ്ട് സാൻഡ്രോ ഇടിച്ചിട്ടുണ്ടോ? ഐ മീൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കുറച്ച് ഡെന്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് 70. അടുത്ത് വീണ്ടും ഈ സാൻഡ്രോ തന്നെയാണ്. പക്ഷേ 2010 മോഡലാണ്. സിംഗിൾ ഓണറാണ് വണ്ടി. ടയർ കണ്ടീഷനൊക്കെ ഉണ്ട്. ഫ്രണ്ട് നല്ല പുത്തൻ ടയറാണ്. ഓരോക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ഇല്ല ഇത് ഈ കണ്ടീഷൻ. നെഗോഷിയേഷൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇതിപ്പോൾ ആസ്കിംഗ് പ്രൈസ് 1.10. 1.10. ഇപ്പോൾ വീണ്ടും നമുക്കൊരു വാഗണറാണ്. 2015 മോഡൽ LXA ആണ്. LXA എന്ന് പറയുമ്പോൾ 2 പവറിൻ്റെ വരും. പക്ഷേ സെൻട്രൽ ലോക്ക് കമ്പനി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെയാണ് സെൻട്രൽ ലോക്ക് ചെയ്തേക്കുന്നത്. പിന്നെ മാരുതിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. കിലോമീറ്റർ 31. ജെനുവിൻ കിലോമീറ്റർ. ടയറൊക്കെ ആവറേജ് ടയറുണ്ട്. കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ആസ്കിംഗ് പ്രൈസ് 3.75. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. സെലറി ഏറ്റവും ന്യൂ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ZX ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. വളരെ ലോ കിലോമീറ്റർ ആണ് വണ്ടി. കിലോമീറ്റർ എത്ര? 30,000 കിലോമീറ്റർ. 30,000. വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ടോപ്പിൻ്റെ. ഓടി ടയർ. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ചോദിക്കുന്നത് 6 lakhs. 6 ലക്ഷം. ഒറ്റ വിലയാണല്ലേ? ഒറ്റ വിലയാ. അല്പം നെഗോഷ്യബിൾ അല്ല. നമ്മൾ ഈ പറയുന്ന വിലയെല്ലാം നെഗോഷ്യബിൾ വിത്ത് വാറന്റി. ഈ വണ്ടിക്കൊക്കെ 2017 ഒരു നവംബർ തൊട്ടുള്ള വണ്ടിക്കെല്ലാം വാറന്റിയും കൊടുക്കുന്നുണ്ട്. അടുത്ത് 2012 മോഡൽ വെൻഡോയാണ്. ഹൈലൈനാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. ഡീസലാണോ പെട്രോൾ? ഡീസൽ TDI. നീറ്റ് വെഹിക്കിളാണ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. മൈലേജ് അപ്പോൾ എന്താ കിട്ടും? മൈലേജ് അപ്പോൾ ഒരു 18 എന്തായാലും കിട്ടും. 18 കിട്ടും. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ആണ് കേട്ടോ. വലിയ ടയർ കണ്ടീഷൻ ഉള്ളതായിട്ട് ഞാൻ പറയുന്നു. ഇത് മുട്ടയാ. ഓക്കെ. എത്ര ചോദ്യം? ഇത് ചോദിക്കുന്ന 3.5. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല റീപ്ലേസ് ഒന്നുമില്ല. അത് 2019 മോഡൽ എക്സ്പ്രസ്സോ ആണ്. എക്സ്പ്രസ്സോ VXI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 31 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്.
മാനുവലാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ടയറൊക്കെ ആ ഓടിയ ടയർ തന്നെയല്ലേ? അതെ. എത്ര ചോദിക്കുന്നത്? 4 ലക്ഷം. 4 ലക്ഷം. അടുത്ത ഡിസയറാണ് 2018 മോഡൽ VXI. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. വാറൻറ്റി ഉണ്ട്. 6 months മാരേജ് വാറൻറ്റി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വണ്ടിക്ക് അതൊന്നും ഇല്ലേ? ഏതാണ്? അതിനുണ്ട്. അതിന് 6 മാസത്തെ വാറൻറ്റി ഉണ്ട്. 18 ശേഷമുള്ള ഏത് വണ്ടിക്കും ഉണ്ട് കേട്ടോ. ഏത്? 2017 ഒരു നവംബർ തൊട്ടുള്ള എല്ലാ വെഹിക്കിൾസിനും 6 months വാറൻറ്റി ഉണ്ട്. 2021 ശേഷമുള്ളതാണെങ്കിൽ 1 year വാറൻറ്റി ഉണ്ട്. 1 year. ഇത് റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 675. 675. എല്ലാ ടയറും മാറിയിട്ടേക്കാണോ? ഇല്ല, നമ്മൾ മാറിയൊന്നുമില്ല, കസ്റ്റമർ മാറിയത്. 58 ആയില്ലേ? അതാ ഫ്രഷ് ടയർ. അതെ, നല്ല പുത്തൻ ടയറാണ്. 2019 സീറ്റാണ്, ഓട്ടോമാറ്റിക്കാണ്, CVT ട്രാൻസ്മിഷനുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 49,000. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ അത്ര ഇങ്ങോട്ട് പോരാ. എത്ര ചോദിക്കുന്നേ? ഇത് 625. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ? ഇല്ല, ഇതിന് വാറണ്ടി കിട്ടാൻ ചാൻസ് 2017 ആണ്. അത് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അത് 2020 മോഡൽ ഓട്ടോമാറ്റിക്കാണ്. VXI 1.2 ലിറ്റർ ഉള്ള വാഗണറാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഫസ്റ്റ് ഓണർ? 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. എന്താണ്? ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഡിക്കിയും മാറിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്ക് ഒഴിച്ച് ആ ബോണറ്റ് ഒന്ന് പൊക്കി കാണിക്കാം. ബോണറ്റ് മാറിയിട്ടില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഗ്ലാസ് മാത്രം. ഫ്രണ്ടിൽ നല്ല ഇമ്പാക്റ്റ്. സൈഡ് കെട്ടിയതാണ്. സൈഡ് കെട്ടിയത് ഈ സൈഡാണോ? ഇതൊന്നും ക്രോസ് ബാർ ഒന്നും പെയിന്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നുമില്ല. സൈഡിൽ ചെറിയ തട്ടിയിട്ട് ക്രാക്ക് വീണതാണ്. വേറെ കുഴപ്പങ്ങളൊന്നും? വലിയ ഇടിയൊന്നുമില്ല. അത് വാക്കില്ലാതെ തട്ടിയതിൻ്റെ ഒരു പൊട്ടിപ്പോയതാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 575. 577. ഇത് വാറന്റി ഉള്ള വെഹിക്കിളാണ് കേട്ടോ. തട്ടിയതാണെങ്കിലും വാറന്റി ഉണ്ടോ? പിന്നെ അത് തട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് അല്ലല്ലോ. ആപ്പവും തട്ടിയതോ ഫ്ലഡ് അങ്ങനത്തെ വണ്ടിയൊക്കെയാണ് വാറന്റി കൊടുക്കാത്തത്. ഓ, അങ്ങനെയുള്ളൂ. ഇപ്പോൾ ഒരു ഡോഗ് മാറിയെന്ന് പറഞ്ഞ് വാറന്റി ഇട്ടാന്നിരിക്കത്തില്ല. ഇല്ല, അങ്ങനെയൊന്നും വലിയ ഇമ്പാക്റ്റ് ഉള്ള വണ്ടികളല്ലല്ലോ. അടുത്ത ബലേനോ ZDA പ്ലസ് ആണ്. 2018 മോഡൽ. വെറും 14,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 2018 അല്ലേ? 2018 ZDA പ്ലസ് ആണ്, ടോപ്പ് എൻഡ്. അല്ല, ഇത്രയും കുറച്ച് കിലോമീറ്റർ ഓട്ടം കുറവാണ്. ലേഡി ലീസ് വലിയ ഓട്ടം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി വാങ്ങിച്ചത് ഓട്ടോമാറ്റിക് ഉണ്ട്. മാനുവലാണ് വണ്ടി. ടോപ്പാണ് അത്, ഏറ്റവും ടോപ്പ് എൻഡ്. ZDA പ്ലസ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ഒരു 19,000 രൂപ ക്ലൈമാണ്. വലിയ ഇമ്പാക്റ്റ് ഉള്ള ക്ലൈം ഒന്നും അല്ല. ഇവിടെ ഇത് ഈ ഡിക്കി പണിഞ്ഞിട്ടുണ്ട്, ഗ്ലാസ് മാറിയിട്ടുണ്ട്. ടാസ്കിംഗ് പ്രൈസ് 9 lakhs. 9 ലക്ഷം. വേറെ, അതായത് ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും അപാകതകളുണ്ടോ? നമ്മളെ ചെക്കിങ്ങിൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ഒന്നുമില്ല. അല്ല, നമ്മളെ ചെക്കിങ്ങിൽ ഒന്നും കിട്ടിയിട്ടില്ല. സ്വിഫ്റ്റ് ഡിസയർ 2014 തേർഡ് ഓണർഷിപ്പാണ് വരുന്ന വണ്ടി. വണ്ടി ഏകദേശം ഒരു 71,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും അപാകതകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്കിതിൽ അങ്ങനെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ വണ്ടി നീറ്റ് വണ്ടിയാണ്. ഡീസലാണ് വരുന്ന വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 70? 71 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും ഇച്ചിരി ഉള്ള വണ്ടിയല്ലേ? ഡീസലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എത്ര ചോദിക്കുന്നത്? നമ്മളിത് ചോദിക്കുന്നത് 470. 450. 450. ആദ്യം പറഞ്ഞ കൂടിപ്പോയെന്ന് പറഞ്ഞു. 450. ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും? വേറെ കാര്യങ്ങളൊന്നുമില്ല. 2014 ഡിസയറാണ്. 66,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. നമ്മളിത് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് ഏകദേശം 460 ചോദിക്കുന്നത്. ഏത് വേരിൻ്റെ ഏതാ? നമ്മളിത് VVT പെട്രോളാണ് വരുന്നത്. VXI ആണ് വരുന്നത്. ടോപ്പാണോ മിഡിലാണോ? അല്ല, നമ്മൾ സെക്കൻഡ് ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷനാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ടയർ കണ്ടീഷൻ? വണ്ടി അത്യാവശ്യം നീറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. 460? 460. 2016 ഡിസയർ 24,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 2016 കിലോമീറ്റർ ജെനുവിൻ തന്നെ. അല്ല, ഇത്രയും വർഷമായിട്ട് എത്ര ഓടിയോളെന്ന് പറഞ്ഞോണ്ടാ? 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല.
മാനുവൽ വണ്ടി അല്ലേ? നമുക്കിത് റേറ്റ് വരുന്നത് ഒരു ഏകദേശം 560 വരുന്നത്. 560. 560. ടയറൊക്കെ അത്യാവശ്യമുണ്ട്. 2016 വണ്ടി, കിലോമീറ്റർ കുറഞ്ഞ് ഓടി എന്നുള്ളതുകൊണ്ടാണോ ഇത്രയും റേറ്റ്? അതെ, കിലോമീറ്റർ കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് മാറും. 2021 ഡിസൈർ ഏകദേശം 24, ഇതും 24 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇത് വർഷം 21 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഏത് വേരിയന്റ്? ഇത് വേരിയന്റ് വരുന്നത് LXI ആണ്. LXI ബേസ് മോഡലാണ്. അപ്പം സ്റ്റീരിയും കാര്യങ്ങളൊക്കെ പ്രത്യേകം വെച്ചാണോ? ഫ്രണ്ട് പവർ വിൻഡോ വരുന്നില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. 2018 സ്വിഫ്റ്റാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് വരുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റ്? സെക്കൻഡ് ഓപ്ഷൻ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററിയും ഇല്ല. ടയറൊക്കെ കൊള്ളാം. എത്ര കിലോമീറ്റർ എന്നാ പറഞ്ഞത്? 53,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഇട്ട ടയർ അല്ലേ? അതെ. 560 വരുന്നുണ്ട്. 560. 2019 സ്വിഫ്റ്റാണ്. LXI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത് വണ്ടി. ഏകദേശം 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 47. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് വേരിയന്റ് ഏതാ? ബേസ് ആണോ? ബേസ് മോഡലാണ് വരുന്നത്. അപ്പം ഇത് സ്റ്റീരിയോ ഒക്കെ പ്രത്യേകം ചെയ്തതാണ്. ടയർ കണ്ടീഷനൊക്കെ കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മളിതിപ്പോൾ ചോദിക്കുന്നത് 520. 520. സെക്കൻഡ് ഓണറാണ്. 2021 വാഗണറാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിയിരിക്കുന്നത് ഏകദേശം 58,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പാണ്. വേരിയന്റ് വരുന്നത് VXI ആണ് വരുന്നത്. VXI 1.2 ലിറ്റർ ആണ് വരുന്നത്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാണോ? അതെല്ലാം പ്രത്യേകം ചെയ്ത് കസ്റ്റമർ തന്നെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റും. അത്ര പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഉണ്ടല്ലേ? ബാക്ക് കുറവാന്നേ ഉള്ളൂ. അതെ, ഫ്രണ്ട് കുഴപ്പമില്ല. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 660. 660. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2017 VXI ഏകദേശം 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. VXI അല്ലേ? അപാകതകളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. റീപെയിന്റിംഗ് ഉണ്ടോ? റീപെയിന്റിങ്ങും ഇല്ല. എല്ലാം വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാം. ടയറൊക്കെ കുഴപ്പമില്ല. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 440. 440. ഈ ചോദിക്കുന്നതൊക്കെ നെഗോസിയേഷൻ നെഗോസിയേഷൻ എല്ലാം വരുന്നത്. കട്ടിക്ക് അങ്ങ് ചോദിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നെഗോസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. 2017 വാഗണറാണ് വരുന്നത്. VXI ആണ് വരുന്നത് വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. 61,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മളിത് ചോദിക്കുന്നത് ഏകദേശം 385 ആണ്. 385. ബാക്ക് ടയർ പോയി, ഫ്രണ്ട് ടയർ കുഴപ്പമില്ലായിരുന്നു. ബാക്ക് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ബാക്ക് ടയർ ഓടിയിട്ടുണ്ട്. അപാകതകളായിട്ട് വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. എത്ര ഉണ്ട് ഇറക്കാം ഈ വണ്ടി? ഈ വണ്ടി ഏകദേശം നമുക്കൊരു 50-60 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇതൊക്കെ നമുക്ക് എത്ര വർഷം ലോൺ സൗകര്യങ്ങൾ കിട്ടും? ലോണ് ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു 3-3.5-4 വർഷത്തേക്ക് കിട്ടുമോ? 2015 VXI 39,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി. അത്രേ ഓടിയിട്ടുള്ളൂ? അത്രയും നമുക്ക് വണ്ടി ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. കിലോമീറ്റർ 39,000. സിംഗിൾ ഓണർ. 4 ഡോർ പവറിൻ്റെ ആണല്ലേ? അതെ, 4 ഡോർ പവറിൻ്റെ. ഈ ടയർ ബാക്ക് പോരാ, ഫ്രണ്ട് അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 365. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 2020 മോഡൽ ഓൾട്ടോ 800 ആണ്. ഇത് 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXI വേരിയൻറ്റ്. ആക്സിഡൻറ്റ് ക്ലെയിംസോ ഒന്നും വരുന്നുമില്ല. വേറെ നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി. അത് 1 ഇയർ വാറണ്ടിയിൽ നമുക്ക് വരുന്ന എഞ്ചിനും ഗിയർ ബോക്സുമാണ് വാറണ്ടി വരുന്നത്. പിന്നെ അതുകൂടാതെ 3 സർവീസും ഫ്രീ തരുന്നുണ്ട് 1 ഇയറിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊള്ളാം, ഗുഡ് കണ്ടീഷനാണ്. നമുക്ക് ഏകദേശം 30,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടും. വേറെ നമുക്ക് VXI വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യുവൽ എയർ ബാഗ് വരും, ഇൻബിൽഡ് സ്റ്റീരിയോ വരും. പിന്നെ അതുകൂടാതെ സെൻറ്റർ ലോക്കും അതിൽ
കമ്പനി ഇൻബിൽഡായിട്ട് വരുന്നതാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ നമുക്ക് ഇപ്പോഴത്തെ ചോദ്യം 330 330. അത് ഫൈനലല്ല, നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇതിന് നമുക്ക് 80-85% വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത് 2013 ഓൾട്ടോ 800 ആണ്. ഇത് നമുക്ക് സെക്കൻഡ് ഓണറാണ് വരുന്നത്. LXA വേരിയൻറ്റിൽ നമുക്കിതിൽ വെയർ ബാഗൊന്നും വരത്തില്ല. പിന്നെ നമുക്കിത് വെറും 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതാണ് ഈ വണ്ടി വില നമുക്കതനുസരിച്ച് കുറവാണ്. പിന്നെ ഇതിന് റീപ്ലേസോ ആക്സിഡൻറ്റ് ക്ലെയിംസോ ഒന്നും വരുന്നില്ല. എല്ലാം സ്റ്റോക്ക് തന്നെ, വണ്ടി എടുത്ത പോലെ തന്നെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഗുഡ് കണ്ടീഷൻ, ഏകദേശം 20-30,000 കിലോമീറ്ററിൽ കൂടുതൽ ഓടും. പിന്നെ കസ്റ്റമറിൽ സെൻട്രൽ ലോക്കൊക്കെ ചെയ്തിട്ടുമുണ്ട്. ചോദിക്കുന്ന വില എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 2,05,000 രൂപ. പിന്നെ അത് നമുക്ക് 3 കൊല്ലത്തേക്ക് ഫിനാൻസ് ഇടാൻ പറ്റും. 50,000 രൂപ 40,000 രൂപ ഇനിഷ്യൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതുകൂടെ 85% വരെ ഇതിനും മാക്സിമം ലോൺ കിട്ടുന്നതാണ്. 2012 മോഡൽ ഓൾട്ടോ 800 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. LXA വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൽ 53,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിലും അതേ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ കണ്ട പോലെ ഇതിലും റീപ്ലേസ് ഒന്നും വരുന്നില്ല. വേറെ ഇതിൽ ടയർ രണ്ടും പുതിയതാണ്. ടയർ കസ്റ്റമർ മാറിയിട്ടുണ്ട്, പുതിയ ടയറാണ്. MRFൻ്റെ ടയർ വരുന്നത്. ഇത് ഏകദേശം 40,000-50,000 കിലോമീറ്റർ ഓടും. വേറെ നമുക്കിത് 3 കൊല്ലം വരെ ഫിനാൻസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇനിഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 40,000 രൂപ ആദ്യം അടച്ചാൽ മതി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ലക്ഷം രൂപയാണ് വരുന്നത്. 2016 മോഡൽ ഓൾട്ടോ 800 ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. പിന്നെ ഇതിൽ മാക്സിമം ക്ലെയിംസും റീപ്ലേസും ഒന്നും വരുന്നുമില്ല. 38,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ആകെ. പിന്നെ ഇതിന് നമുക്ക് 5 കൊല്ലം വരെ ഫിനാൻസ് കിട്ടും. 5 കൊല്ലം വരെ ഫിനാൻസ് കിട്ടും. ടയറും നമുക്ക് ഓക്കെ കണ്ടീഷൻ എന്ന് പറയാം. ഫ്രണ്ട് രണ്ടും കൊള്ളാം, ഗുഡ് ടയേഴ്സാണ് വരുന്നത്. ബാക്ക് നമുക്കൊരു 5,000-10,000 കിലോമീറ്ററിൻ്റെ അകത്ത് മാറേണ്ടി വരും. 5 കൊല്ലം വരെ ഫിനാൻസ് കിട്ടുന്നതാണ്. ഇനിഷ്യൽ പേയ്മെൻ്റ് എല്ലാം നമുക്ക് കുറവാണ് ഇതിന് വരുന്നത്. ആദ്യം നമുക്കൊരു 40-50 അതിൻ്റെ അകത്ത് അടച്ചാൽ മതി. 80-85% വരെ ഫിനാൻസ് കിട്ടുന്നതാണ് 5 കൊല്ലത്തേക്ക്. LXA വേരിയൻ്റ് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇതിൽ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 2019 മോഡലാണ്. 19 മോഡൽ ആൾട്ടോ 800 LXA വേരിയൻ്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതും വേറെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റ് ക്ലെയിംസോ റീപ്ലേസോ ഒന്നും വന്നിട്ടില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. LXA വേരിയൻ്റ് ആയതുകൊണ്ട് ലെയർ ബാഗ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇൻബിൽഡ് സ്റ്റീരിയോയും വരുന്നില്ല. കസ്റ്റമർ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഓക്കെ കണ്ടീഷൻ, ഗുഡ് കണ്ടീഷൻ, ഏകദേശം 10,000 കിലോമീറ്റർ വരെ ഓടും. വേറെ നമുക്കിത് 2019 വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് 19 വണ്ടി മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഇതിന് 6 മാസത്തെ എൻജിൻ വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. നമുക്ക് ഫ്രീ സർവീസ് വരുമ്പോഴത്തേക്ക് 6 മാസത്തിൻ്റെ അകത്ത് 3 ചെയ്തിരിക്കണം. വാറണ്ടി വരുന്ന വണ്ടിയുടെ അകത്ത് നമുക്ക് വാറണ്ടി വരുന്ന എല്ലാ വണ്ടിക്കും നമുക്ക് അതിൽ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ എല്ലാം മാറി ഷോറൂം കണ്ടീഷനിൽ പുതിയ വണ്ടി എടുക്കുന്ന എങ്ങനെയാണ് അതേപോലെ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ചോദ്യം വന്ന് 3,10,000 രൂപയാണ്. 80-85% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2022 വാഗനറാണ്. ഇത് നമുക്ക് ഇന്ന് വന്ന സ്റ്റോക്കാണ്. ഇത് 2022 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. VXA വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 3 സർവീസ് വരുന്നുണ്ട്. അതുകൂടാതെ സർവീസിൽ നമുക്ക് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ബ്രേക്ക് പാഡ് അതൊക്കെ നമുക്ക് ചേഞ്ച് ആവുന്ന ഓപ്ഷൻസും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ എല്ലാം മാറും. പിന്നെ ഇത് പുതിയ കണ്ടീഷൻ, വെറും 15,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ടയറെല്ലാം കമ്പനി ടയറാണ്. ഇട്ട ടയർ കമ്പനി നമ്മൾ എടുത്തപ്പോൾ ഉള്ള ടയറാണ്. ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. ആക്സിഡൻറ്റ് ക്ലെയിംസോ ഒന്നും വരുന്നില്ല, റീപ്ലേസ് ഒന്നും വരുന്നില്ല, സ്റ്റോക്കാണ്. പിന്നെ നമുക്കിത് ഇതിൻ്റെ പ്രൈസ് നമുക്കിതുവരെ ആയിട്ടില്ല. നമുക്ക് മാക്സിമം 85% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. വെറും 60-70,000 രൂപ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. ഏകദേശം എത്ര വരെ വരാം വില? നമുക്കൊരു ഏകദേശം ഒരു 5-70 അകത്ത് വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലയിലും നിങ്ങൾ താല്പര്യപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്ന വണ്ടികളും എല്ലാം, വാഗണർ ആയാലും സ്വിഫ്റ്റ് ആയാലും സ്വിഫ്റ്റ് ഡിസയർ ആണെങ്കിലും കിഡ് ആണെങ്കിലും സെലീരി ആണെങ്കിലും അങ്ങനെ ഒരു കുന്ന് വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികൾ കാണിച്ചു തന്നെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാത്ത ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അങ്കിൾമാരായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്, കയറുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നമ്മളെ വീഡിയോ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ആവശ്യമാണ്. അപ്പോൾ ആ പ്രോത്സാഹനം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.